എന്റെ സുഹൃത്തിന്റെ ദേശാന്തരങ്ങളിലെ വിസ്മയ കാഴ്ചകൾ എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകം ശരിക്കും നിത്യസഞ്ചാരിയായ ഒരാളാണ് ശ്രീ യൂനുസ്. ഈ ഭാഷയുടെ സൗന്ദര്യം കൊണ്ട് ഈ പുസ്തകം നമ്മൾ എത്ര വായിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിന്റെ കണ്ണീരുണങ്ങാത്ത ബോസ്നിയ എന്ന പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്, യൂനുസ് സാഹിബിന്റെ. അപ്പൊ അത് ശരിക്കും അദ്ദേഹം ഒരു കാമുകിയെ പ്രണയരസത്തോടു കൂടി സമീപിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അപ്പൊ ഈ ഭാഷയുടെ സൗകുമാര്യത്തെ കുറിച്ച് ഞാൻ പറയാണ്. പിന്നെ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്, കാരണം ഈ പുസ്തകത്തില് അദ്ദേഹം തന്റെ സഹധർമ്മിണിക്കും ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയ സഹധർമ്മിണിക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അദ്ദേഹം ഏത് രാജ്യത്ത് പോവുകയാണെങ്കിലും ആദ്യം ആ രാജ്യത്തിന്റെ ചരിത്രം, അതുപോലെ ജനിതക സവിശേഷതകള്, പിന്നെ രാഷ്ട്രീയം, പിന്നെ അതെല്ലാം പഠിച്ച് അതിൻ്റെ സംസ്കാരവും സംസ്കൃതിയും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ രാജ്യം സന്ദർശിക്കുന്നത്. സാധാരണ മനുഷ്യ ജീവിതങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രകളും അനുഭവപ്പെട്ട ആദികളുമാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ പുസ്തകം കണ്ണീരുണങ്ങാത്ത ബോസ്നിയ. ബോസ്നിയൻ കലാപങ്ങൾക്ക് വിരാമമായ ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ രാജ്യത്തിൻ്റെ പഴയ വംശീയ ഭേദങ്ങളെയും ആ വംശ സമരങ്ങളെയും യുദ്ധങ്ങൾക്ക് ശേഷമുള്ള മനുഷ്യ ജീവിതങ്ങളെയും അവരുടെ മനുഷ്യരിലൂടെ, ആൾക്കാരിലൂടെ, ദേശത്തിലൂടെ സഞ്ചരിച്ച് അനുഭവങ്ങൾ എഴുതി വെച്ചതായിരുന്നു. ഈ പുസ്തകത്തിൽ മറ്റ് പല ദേശങ്ങളിലൂടെയും എൻ്റെ യാത്ര ഒരു രാജ്യത്തിൻ്റെ കൗതുകങ്ങളെ പരിചയപ്പെടുത്തുക എന്നതല്ല, ആ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ആ വംശചരിത്രത്തിൻ്റെ സംഘടനകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളെ എഴുതി വെച്ചതാണ്.